ചെന്നൈയിൽ ചെന്ന എന്തൊക്കെ കാണാനുള്ളതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് ഇതാണ് ബിബിനണ്ണൻ, ഞങ്ങളെ മുത്ത് അണ്ണനാണ് ഞങ്ങൾക്ക് ഇവിടെ കറങ്ങാനുള്ള കാറൊക്കെ തന്നത്. ചെന്നൈന്റെ പ്രത്യേകത ലോകത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബീച്ചായ മറീന ബീച്ച് ചെന്നൈയിലാണ്. 6 കിലോമീറ്റർ ആണ് ദൂരം. ബീച്ച് ലുക്ക് ഉണ്ടായിട്ട് എന്താ ഭയങ്കര ചൂടാട്ടോ. തമിഴന്മാർക്ക് ഓക്കെ ആയിരിക്കും, നമുക്കിത് സഹിക്കാൻ കഴിയില്ല. കേരളക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ നല്ല ഫ്രഷ് മീനുണ്ട്, മസാല തേച്ചിങ്ങനെ വെച്ചിരുന്നു. നമ്മൾ പറഞ്ഞ അപ്പ പൊരിച്ചു ലൈവായിട്ട്, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് ലുഹുറു അസറു ജമ്മാക്കി കേട്ടോ നിസ്കരിച്ച്. എന്റെ ചക്കന്മാരെ ആദ്യമായിട്ടാണ് ജമ്മാക്കി നിസ്കരിക്കുന്നത്. ഞാനാ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ എനിക്ക് കുറെ കൂലിട്ട് വെക്കാം. യാത്രയാണെന്ന് വിചാരിച്ച് നമ്മളെ മോറൽ വാല്യൂസിലൊന്നും യാതൊരു കോംപ്രമൈസും ചെയ്യരുത് കേട്ടോ. ഏത് മതമാണെങ്കിലും മതത്തിന്റെ ചിട്ടകളൊക്കെ അനുസരിച്ചുള്ള യാത്രകൾക്കാണ് നമുക്ക് പൂർണ്ണ സന്തോഷം തരാൻ കഴിയുക. നിങ്ങൾ ട്രെയിന് കിട്ടുമോ കിട്ടൂല എന്ന് വിചാരിച്ച് വേഗം ഓടിപ്പോയി. അഥവാ ട്രെയിൻ മിസ്സായി ചെക്കന്മാരെ നാളത്തെ ക്ലാസ്സുമായ സദറുസ എന്റെ കൊല്ലി കുടിച്ചു. ഇതേന്ന് ഞങ്ങൾ ഇന്നത്തെ ട്രെയിനത്തെ ഫുഡ്, ബ്രെഡും സോസും. എന്തായാലും ചെക്കന്മാര് പാവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിട്ടോ. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും ട്രെയിൻ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഞങ്ങളെ കമ്പാർട്ട്മെന്റ് എത്താനുള്ള നേരല്ല. അപ്പൊ ഓടിച്ചെന്ന് വേറെ ഏതോ ഒരു കമ്പാർട്ട്മെന്റ് കയറി. അവിടെ ഈ കണ്ണാടിന്റെ മുമ്പിലൊക്കെ ഫുൾ ഒഴിവാട്ടോ. ഈ ജനറലിലാണ് ഈ കണ്ണാടിന്റെ മുമ്പിലൊക്കെ എല്ലാവരും കൂടിയാണ് തിരക്കിയിട്ടേ. അവിടെ ഞാൻ നടന്നു നോക്കിയപ്പോൾ ട്രെയിനിൽ റൂമുള്ള കോച്ചൊക്കെ ഉണ്ട്. യാ റബ്ബി, ഇങ്ങനെയാണെങ്കിൽ ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണൊക്കെ ട്രെയിനിലാക്കാം, സഞ്ചരിക്കുന്ന ട്രെയിനിൽ അടിപൊളിയാവും അല്ലേ. അപ്പുറത്തെ കോച്ചിൽ റൂം ഉണ്ടായിട്ട് എന്താ ഞങ്ങളെ കമ്പാർട്ട്മെന്റിൽ വന്നപ്പോൾ പിന്നെ തന്നെ അവസ്ഥ. ഞാൻ എന്തായാലും ഞങ്ങളെ കമ്പാർട്ട്മെന്റിലുള്ള ഒരു ചേട്ടനെ പരിചയപ്പെട്ടു, ഹിന്ദിക്കാരനാണ്. ഇയാൾ ആരോ കേരളത്തിൽ പണിയുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ച് വിളിച്ചിക്കാണ്. എത്ര വിളിച്ചിട്ടും 4-5 നമ്പർ ഉണ്ട്, ഏക്ക് വിളിച്ചിട്ടും ആരും എടുക്കണില്ല. പാവുണ്ട്. ലാസ്റ്റ് അയാൾക്ക് നമ്പർ കൊടുത്ത ആളൊക്കെ വിളിച്ച് എന്തൊക്കെ ആക്കിയിട്ട് ഒരാളെ വിളിച്ച് സെറ്റ് ആക്കി. ഇനി അഥവാ അവിടെ പണിയില്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ കയറാനുള്ള സെറ്റപ്പും ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അയാളേക്ക് ഒന്ന് പോകുന്നു. ലാസ്റ്റ് ഒരു കള്ളുടിച്ച കാക്ക അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആരും അയാളെ ഇരുത്തി ഇരിക്കണില്ല. അപ്പൊ നമ്മളെ ഇന്ത്യക്കാരൻ ചെന്ന് അയാളെ ഇരുത്തി ഇരുന്നിട്ട് പറഞ്ഞു ഇയാൾ എത്ര കള്ളുടിച്ചോലെ കണ്ടാന്ന് പറഞ്ഞിട്ട് ഓല് ഭയങ്കര കമ്പനി. ചെന്നൈയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ മെയിൻ ആയിട്ട് കാണാനുള്ളത് മറീന ബീച്ച് തന്നെയാണ്, ഈ ലോകത്തെ രണ്ടാമത്തെ വലിയ ബീച്ച്. പിന്നെ കുറച്ച് മാളും സൂ ഒക്കെ ഉണ്ട്, അവര് നമ്മളെ നാട്ടിലുണ്ടല്ലോ. ഇതൊക്കെ ഈ തമിഴന്മാര് നിലത്തൊക്കെ കിടക്കണാകുമ്പോൾ ഭയങ്കര പുച്ഛുന്നുണ്ടോ. പിന്നെ നല്ല ഉറക്കം വന്നപ്പോ ഞങ്ങളും നിലത്ത് കിടന്നു. ഒരു ചേര തിന്നണ നാട്ടിൽ പോയ ചേരന്റെ നടുക്കഷ്ണം തിന്നണമെന്നല്ലേ. അടുത്ത യാത്രാവിശേഷങ്ങളുമായി കാണാം. അസ്സലാമ.